ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരിട്ടാ നമ്മളിപ്പോൾ ഇന്നൊരു പായസം ഉണ്ടാക്കാൻ പോകണം. ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് രണ്ടും മൂന്നും പായസങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ നമ്മളിടണ ഈ ഒരു പായസം കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പായസമാണ് ഇത് കേട്ടാ. അപ്പോൾ ഇതിന് നമുക്ക് സേമിയ വേണ്ട, പാല് വേണ്ട, ഒന്നും വേണ്ട കേട്ടാ. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചുകാണ്ട് ഏത് പാവപ്പെട്ടവർക്കും ആർക്കും ഒന്നും ഇല്ലാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാട്ടാ. ഇതാ ഞാൻ നെയ്യാണ് ഒഴിച്ചത്. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കറുപ്പ് തട്ടും തേരിയൊക്കെ കഴിഞ്ഞിപ്പോൾ എന്താണെന്നൊന്നും ആരും വിചാരിച്ചണ്ട. അപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആടെടുത്ത് കണ്ടൊക്കെയല്ലേ നെയ്യ് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉരുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ നെയ്യിലുള്ളതാണിത്. അപ്പോൾ ഞാനിതാ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നല്ല ഒന്നുകൊണ്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഈ പായസം അടിപൊളി പായസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് ഈ പായസം ഒന്ന് ഉണ്ടാക്കിക്കാണ്ട് കുടിച്ച് നോക്കോണ്ടി. ഇനിയിപ്പോൾ ഓണത്തിന് നല്ല അല്ലാത്തപ്പോഴും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആരെങ്കിലും ഒരു വിരുന്നേരൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാലില്ല, സേമിയ ഇല്ല എന്നൊന്നും വിചാരിച്ചണ്ട. അപ്പോൾ ഞാനിതാ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ നിന്ന് കുറച്ച് അങ്ങനെ കോരി എടുത്തേക്കണം കേട്ടാ. അതതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. ഇത് ഏലക്കയാണ്, ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാര ഇട്ടുകാണ്ട്. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏലക്ക വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി അതുപോലെ തന്നെ ജീരകം വേണമെങ്കിലും പൊടിച്ചിട്ട് കൊടുക്കുക തീക്ക്. അപ്പോൾ ഞാൻ ജീരകം ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇത് നമ്മളെ വെല്ലം ഉരുക്കി വെച്ചതാണ്. ഞാൻ കുറേ മുമ്പ് വീഡിയോയിലൊക്കെ കാട്ടിയിട്ടുണ്ടല്ലോ. വെല്ലം ഉരുക്കിക്കാണ്ട് ഇങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്തിനും. അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി പിന്നെ ആ കല്ലും മണ്ണൊക്കെ ഒഴിവാക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ മധുരം എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല മധുരം വേണമെങ്കിൽ കുറച്ച് തോനെ ഒഴിക്കുക. അപ്പോൾ ഞാനിത് നമ്മളെ നൂലപ്പമാണ് കേട്ടോ. നൂലപ്പം ചുട്ടതാണ്. ഇടിയപ്പം. ഇനിയിപ്പോൾ നൂലപ്പം എന്ന് പറഞ്ഞിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇടിയപ്പം എന്നൊക്കെ പറയില്ല. ആ സംഭവമാണ്. വായൻ്റെലിയിൽ ചുട്ടെടുത്തതാണ്. ഇപ്പോൾ ഞാൻ ആവി കയറ്റിയതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഇത് നൂലപ്പം ഇങ്ങനെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കതിന് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ടിപ്പും കൂടെയാണ്. ഇങ്ങനെ നമുക്ക് പായസം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ നൂലപ്പം ബാക്കിയാവുമ്പോൾ നമ്മൾ പറയില്ല അത് കുറേ ബാക്കി ചെയ്യാറുണ്ട. ഇങ്ങനെ കുറച്ച് ശർക്കര കൊണ്ട് ഉരുക്കിക്കാണ്ട് ഇതിക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സേമിയക്ക് ബദൽ ഞാൻ ഇടുന്നത്. അപ്പം ഇനിയിപ്പോൾ സേമിയ വാങ്ങാൻ പൈസ ഇല്ല എന്നുള്ളോലോ ബുദ്ധിമുട്ടുള്ളോലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ സംഭവം വേണ്ടല്ലോ. ഇങ്ങനെ ഒരു നൂലപ്പത്തിൻ്റെ ബാക്കി ഉണ്ടായാലും മതി. ഇതിപ്പോൾ ഞാൻ ഫ്രഷായിട്ട് നൂലപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. പച്ചരിപ്പൊടിയാണ്, അരിപ്പൊടി വാട്ടിക്കാണ്ട് നൂലപ്പം പിഴിഞ്ഞതാണ്. ഇലയിൽ ഒന്ന് ആവി കയറ്റിയതാണ്. ഇനിയിപ്പോൾ ഇത് വിചാരിച്ചു ഇതിൽ ഒന്നാകെ കലങ്ങൂലേ മാവാവൂലേ എന്ന്. അതൊന്നുമില്ല. ഇതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ സേമിയ എങ്ങനെയാണ് അതിലും ടേസ്റ്റാണ് ഇത് കേട്ടോ. സേമിയനേക്കാളും ടേസ്റ്റാണ് ഈ നൂലപ്പത്തിൻ്റെ ഈ പായസം. അപ്പം ഇത് നമ്മൾ വീഡിയോ വന്നിട്ട് ഇതൊന്നും ആരും യൂട്യൂബിലൊന്നും ഇട്ട് കണ്ടിട്ടില്ല. ഞാനായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഈ പായസം കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കോണ്ടി. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പായസം കേട്ടോ. ഇതിങ്ങനെ നൂലപ്പാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. പായസങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കോണ്ടി. സേമിയ അപ്പുറം നിൽക്കും ഈ പായസം. അത്രക്ക് സോഫ്റ്റും അത്രക്കും ഇതാണ്. അപ്പം നമ്മൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ടിക്കാണ്ട് നമ്മളിതാ ഒന്ന് മെല്ലെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പഞ്ചസാരയിൽ കിടന്നിട്ട് ഇതൊന്ന് നല്ല ഒന്നുകൊണ്ട് ചക്കര വന്നിട്ട് കുറച്ചൊന്നും കൊണ്ട് ഊറി കിട്ടണം. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു തേങ്ങൻ്റെ പാലാണ് കേട്ടോ. ഇതിൽ ഞാൻ രണ്ടാം പാലൊന്നോ ഫസ്റ്റ് പാലൊന്നും ഒന്നും എടുക്കണില്ല. ഒരൊറ്റ പാലാണ് എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ ഇതിക്കഞ്ഞ് കുറേ നേരം വേവാനോ ആക്കാനോ ഒന്നുമില്ല കേട്ടോ. ഇതൊന്നും കണ്ട് തളം കണ്ട് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്നാലോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു നൂലപ്പം പിഴിഞ്ഞെടുത്തുകാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ശർക്കരയും തേങ്ങാപ്പാലും എടുത്തുകാണ്ട് ഇങ്ങനെ ഒന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടുകാണ്ട് ഒന്ന് ആക്കിയാൽ പായസം റെഡിയായി. ഇനിയിപ്പോൾ സേമിയ വാങ്ങാൻ ആളില്ല, പാല് കൊണ്ടുവരാൻ ആളില്ല, പാല് കിട്ടിയില്ല എന്നൊന്നും ആരും പറയണ്ട. ഇങ്ങനെ ഉണ്ടാക്കി നോക്കോണ്ട്. ഇനി ഇതൊന്ന് ഇതിലും കൊണ്ട് കുറുകി വരൂ കേട്ടോ. നിങ്ങൾക്ക് തിക്കായിട്ട് കട്ടിക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തുകാണ്ട് വേണമെങ്കിലും ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്നുകൊണ്ട് കെടുക്കുമ്പോഴാണ് ഈ പാലൊക്കെ കൂടെ ഈ സേമിയ നൂൽപുട്ടിയിൽ ഇങ്ങോട്ട് പിടിച്ചിരിക്കുമ്പോഴാണ് അതിന്മേലൊക്കെ നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. 1 സ്പൂണ് ചുക്കുപൊടിയാണ് കേട്ടോ. ആ ചുക്കുപൊടി നമ്മൾ വെള്ളപ്പായസത്തേക്ക് എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടുള്ളൂ.
അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു പായസം കൂടെ ഉണ്ടാക്കി നോക്കണ്ട. ഈ 2-3 പായസമൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഈ ചെറിയൊരു നമ്മളായിട്ട് ഉണ്ടാക്കിയൊരു പായസമാണ്. ഞാൻ ഇത് എവിടുന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും അല്ലട്ടാ, ഞാനായിട്ട് ഉണ്ടാക്കിയൊരു പായസമാണ്. അപ്പോൾ ഈ പാവപ്പെട്ട എൻ്റെ ഈ ഒരു പായസം കൂടെ ഒന്ന് നിങ്ങൾ ഈ ഓണത്തിന് ഒന്ന് ഉൾപ്പെടുത്തി നോക്കോണ്ടി. ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള നിങ്ങൾ പറയോണ്ടിട്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സേമിയ പായസം വെക്കണേക്കാളും ടേസ്റ്റാണ് ഈ ഒരു പായസം കേട്ടോ. ഇലയിൽ ഒഴിച്ച് നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനോ അങ്ങനെ രീതിക്കൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ആ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ നമ്മൾ ആ നൂലപ്പത്തേക്ക് നല്ല പിടിച്ച് കിട്ടുമ്പോൾ നമ്മൾ ആ സേമിയൻ്റെ ആ ഒരു ഇത് ഫ്ലേവർ നമുക്ക് കൈമക്കൊണ്ട് കിട്ടിയും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയി കാരം. അപ്പോൾ അതാ മൂടി വെച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണിത്. ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ആരും സേമിയ പായസമോ മറ്റേ പായസമോ ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ നൂലപ്പം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ രാവിലെ ചുട്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിത്തിരി ചക്കര ഇട്ടുകാണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുകാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി പായസമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിന്ന് അത് അതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കണേ, ഒന്ന് കടിക്കണ മാതിരി. അപ്പോൾ അത് അതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ പായസം റെഡിയായി. അപ്പോൾ അത് ഇലയിൽ ഒഴിച്ച് നമ്മൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ സദ്യയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ നമ്മൾ ഇലയിൽ ഒഴിച്ച് പായസം കുടിക്കൂല. അതാ അതിനൊക്കെ പറ്റിയ പായസമാണ് കേട്ടോ. അത് ചോറ് പായസമോ സേമിയ പായസമോ ഒന്നും വേണ്ട, ഈ ഒരു പായസം ഉണ്ടായാൽ തന്നെ മതി. ഇതുണ്ടാക്കി കൊടുത്താൽ നിങ്ങളിത് ഇങ്ങനെ നൂലപ്പത്തിൻ്റെ പായസമാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ ഓണത്തിന് നല്ല കേട്ടോ, നമുക്കൊരു പായസം കുടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 നൂലപ്പം ബാക്കിയുണ്ടെങ്കിലും മതി. ഇങ്ങനെ കുറച്ച് ശർക്കര കൊണ്ട് ഉരുക്കിയിട്ട്, ശർക്കര വേണമെന്നില്ല അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി, പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റി ആയ ഒരു പായസമാണിത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് നോക്കോണ്ടി. എന്നിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കൊണ്ടിട്ടാ. നിങ്ങളെ വീട്ടിലെ എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോണ്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ചിട്ട് അഭിപ്രായമൊക്കെ ഒന്നാണ്ട് പറയോണ്ടിട്ടാ. അത്രക്ക് ടേസ്റ്റാണിത്. കുടിച്ചാലും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയായ ഒരു പായസമാണിത്. സേമിയ പായസമൊക്കെ അപ്പുറം നിൽക്കും നമുക്ക് ഈ പായസം കേട്ടാ. എന്താ ഒരു ടേസ്റ്റ് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യേണ്ടിട്ടാ. അപ്പോൾ ഫാമിലിക്ക് എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കേണ്ടി. അസ്സലാമു അലൈക്കും.